മോഡി അദ്ദേഹം ധാരാളമായിട്ട് പുകഴ്ത്തി പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നമ്മുടെ മിത്രങ്ങളിങ്ങനെ കോൾമയിൽ കൊള്ളുന്നുണ്ട്. പക്ഷേ ട്രംപ് എല്ലാവരെയും പുകഴ്ത്തി പറയും. അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറിയിൽ സാധ്യമായ ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ചിട്ട് എല്ലാ രാഷ്ട്രത്തലവന്മാരെയും പുകഴ്ത്തി പറയാറുണ്ട്. രാഷ്ട്രത്തലവന്മാർ മാത്രമല്ല, ഇസ്രായേൽ പാർലമെൻറ്റിൽ അങ്ങനെ നടത്തിയ പ്രസംഗം ശ്രദ്ധിച്ചാൽ മതി. നെതന്യാഹുവിനെ പൊക്കി അതിൻ്റെ പരമാവധിയിൽ എത്തിച്ചിട്ട് പിന്നെ അദ്ദേഹത്തിന് കണ്ടുപോകുന്നത് പ്രതിപക്ഷ നേതാവ് യാർ ലാപിഡിൻ്റെ മുഖത്തേക്കാണ്. പിന്നെ യാർ ലാപിഡിനെ കുറിച്ചിട്ട് അമേസിങ് ഗെയ്. ഒരേ സമയം നെതന്യാഹുവിനെ പൊക്കും, ലാപിഡിനെ പൊക്കുന്നു. നെതന്യാഹുവിനെ പൊക്കുന്ന അതേ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഖത്തർ അമീറിനെ പൊക്കും. എർദോഗാനെ കുറിച്ച് അദ്ദേഹം പറയാത്ത വാക്കുകളുണ്ട്. ഈ എർദോഗാനും നെതന്യാഹുവും തമ്മിൽ ഇടിയോടിടിയാണ്. അവർ തമ്മിൽ പരസ്പരം ഉപയോഗിക്കാത്ത പരമാവധി വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചാണ്. ഹിറ്റ്ലർ എന്നാണ് നെതന്യാഹുവിനെ എർദോഗൻ വിളിച്ചത്. എർദോഗനെ അതേമാതിരിയുള്ള മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ട് നെതന്യാഹു വിളിച്ചു. പക്ഷേ ട്രംപ് എന്ത് ചെയ്യും? രണ്ടുപേരും അമേസിങ് കേസ്, മൈ ക്ലോസ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുകഴ്ത്തും. അതുകൊണ്ട് ട്രംപിൻ്റെ പുകഴ്ത്ത് പാട്ടുകൾ മോഡിയെ പുകഴ്ത്തുന്നു എന്നുള്ളതുകൊണ്ട് മോദിജി വിശ്വഗുരുവായി കഴിഞ്ഞു എന്ന് ധാരണയിലാണ് മിത്രങ്ങൾ ചലിക്കുന്നതെങ്കിൽ അത് കഷ്ടമാണ്. അങ്ങനെയല്ല. ട്രംപ് എല്ലാവരെ കുറിച്ചും അദ്ദേഹം തീർക്കണം എന്ന് വിചാരിക്കാത്ത എല്ലാ നേതാക്കന്മാരെ കുറിച്ചും അങ്ങനെ തന്നെയാണ് പറയുക. ഇവിടെ ഇപ്പോൾ ഇത് ചർച്ച ചെയ്യാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, മോഡി എൻ്റെ അടുത്ത് വന്നു, മേ കമ്മിങ് സർ, മേ പ്ലീസ് കമ്മിങ് സർ എന്ന് ചോദിച്ചു. ഞാൻ യെസ് എന്ന് പറഞ്ഞു. അപ്പം മൂപ്പർക്ക് എന്തോ 68 അപ്പാഷയൊക്കെ വേണം, അതൊന്നും കിട്ടുന്നില്ല. ഒന്നാമത് അതിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡീൽ 68 അപ്പാഷ ഇല്ല, 28 മറ്റേ ഉള്ളൂ. കണക്കൊക്കെ പുള്ളി മറന്നു പോയതാണ്. പക്ഷേ മൂപ്പർക്ക് എന്നോട് ഭയങ്കര പ്രശ്നമുണ്ട്, എന്നോട് കുറച്ച് പ്രശ്നമുണ്ട്. കാരണം ഞാൻ കുറേ ടാരിഫ് അടിച്ചു കൊടുത്തില്ലേ. അപ്പോൾ ടാരിഫ് അടിച്ചു കൊടുത്തെന്താ അവർ മറ്റേടത്ത് എണ്ണ വാങ്ങുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എണ്ണ കുറച്ചു ഈ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ പിന്നെ രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ്, ഓർമ്മ വേണം, ഫറക് സംജോ, വ്യത്യാസം മനസ്സിലാക്കും. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് 71 ഇന്ദിരാഗാന്ധി അമേരിക്കൻ ഭരണകൂടത്തോട് സ്വീകരിച്ച സമീപനവും ഇപ്പോൾ ഈ 56 എപ്പോൾ മാറിപ്പോകും, 56 ഇഞ്ചുകാരൻ സ്വീകരിക്കുന്ന സമീപനവും തമ്മിൽ ഫറക് സംജാവും. ഈ വ്യത്യാസം മനസ്സിലാക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. എന്നുവെച്ചാൽ അന്ന് ഇന്ദിരാഗാന്ധി ധീരമായി നിലപാടെടുത്തു. പക്ഷെ ഇന്നങ്ങനെയല്ല. എന്താണ്, മേ പ്ലീസ് കമ്മിങ് സർ എന്ന് പറഞ്ഞ് അവിടെ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിന് മുമ്പിൽ നിൽക്കുകയാണ് നരേന്ദ്രമോദി.